ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ച IPOകളുടെ പെരുമഴക്കാലമാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് സായി ലൈഫ് സയൻസിൻ്റെ IPO ആണ്. ഒരു IPO റിവ്യൂ വളരെ ചെറുതായിരിക്കാം, പക്ഷേ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കാരണം സ്വാഭാവികമായിട്ടും നമ്മളെടുക്കുന്ന IPO റിവ്യൂസ് വളരെ കുറച്ച് നമ്മുടെ വ്യൂസ് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ IPO അപ്ലൈ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ആ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കിട്ടിയൊരു അവസരമായിട്ട് കണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സായി ലൈഫ് സയൻസ് എന്ന് പറയുന്നത് 3043 കോടി രൂപയുടെ ഒരു IPO ആണ്. ഈ കമ്പനി ആദ്യമായിട്ടാണ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റർ ഫോക്കസ്ഡ് കോൺട്രാക്ട് റിസർച്ച് മാനുഫാക്ചറാണ്. അതായത് മറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് മരുന്നുകളും ടാബ്ലറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് മാനുഫാക്ചറാണെന്ന് ചുരുക്കത്തിൽ പറയാം. അവർ 97% റവന്യൂം ജനറേറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ക്ലയൻസിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. കമ്പനിയുടെ മൊത്തം റവന്യൂ ഏകദേശം 1500 കോടി രൂപയാണ്. ഇതിൽ 35% ഈ കോൺട്രാക്ട് മാനുഫാക്ചറിങ് വഴിയാണ് കമ്പനിക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഒക്കെ കൂടി 65% വരുന്നത്. കമ്പനിക്ക് 4 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. അവർ മൊത്തം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.3 ലക്ഷം ലിറ്റർ പെർ ഡേ എന്നുള്ളതാണ്. 60% യൂട്ടിലൈസേഷനാണ് ഈ 6 മാസം കമ്പനി നടത്തുന്നത്. അതായത് 40% അൺയൂസ്ഡ് കപ്പാസിറ്റിയാണ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ കമ്പനിയുടെ 3043 കോടി രൂപയുടെ IPO എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 950 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത്. ഇതിൽ 720 കോടി രൂപ കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ കടങ്ങൾ വീട്ടാനാണ്. ഇതോടുകൂടി കമ്പനിയുടെ കടങ്ങൾ മൊത്തമായിട്ട് വീട്ടിത്തീരും. അതായത് കമ്പനി ഡെറ്റ് ഫ്രീ ആയി മാറുമെന്നർത്ഥം. അതേസമയം ഓഫർ ഫോർ സെയിൽ വരുന്നത് 2093 കോടി രൂപയുടേതാണ്. 61% OFSഉം TPG എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമാണ്. അവരുടെ സ്റ്റേക്ക് ഇപ്പോൾ 39% ഉള്ളത് 25% കുറയുകയാണ് ചെയ്യുന്നത്. 16% OFS വരുന്നത് HBM PE എന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയറാണ്. അവരുടെ 5% ഹോൾഡിങ്സ് 2% കുറയുന്നു. അതിന് 17% OFS വരുന്നത് പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്നാണ്. അവർക്കിപ്പോൾ 42% ഓഹരികളാണ് കമ്പനിയിലുള്ളത്. അതോടുകൂടി ഈ ഒരു OFSോടുകൂടി അവർ പ്രൊമോട്ടറുടെ സ്റ്റേക്ക് 35% കുറയും. അപ്പോൾ മൊത്തം പ്രൈസ് ബാൻഡ് 522-നും 549-നും ഇടയിലാണ് ഇത് പ്രൈസിങ് വന്നിരിക്കുന്നത്. 11,419 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയിൽ 27% ഡൈല്യൂട്ട് ചെയ്യാൻ പോകുന്നത്. 11 ഡിസംബർ 2024 മുതൽ 13 ഡിസംബർ 2024 വരെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്. 18 ഡിസംബർ 2024 ആണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ വേറെ ബോർഡ്സ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ കോൺട്രാക്ട് മാനുഫാക്ചറിങ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ കൂടുതലും പ്രൈവറ്റ് ഇക്വിറ്റി പ്ലേയേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. അതേസമയം പ്രൊമോട്ടറുടെ ഷെയറും 35% ഈ IPOക്ക് ശേഷം കുറയുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഫിനാൻഷ്യൽസും കാര്യങ്ങൾക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് ഗൈഡൻസിനും അസിസ്റ്റൻസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കമ്പനിയുടെ പെട്ടെന്നുള്ള ഫിനാൻഷ്യൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് 2023-24 സാമ്പത്തിക വർഷം കമ്പനി ഉണ്ടാക്കിയ മൊത്തം റവന്യൂ എന്ന് പറയുന്നത് 1465 കോടി രൂപയാണ്. ഇതിൽ 21% ഇബിറ്റ മാർജിനാണ് കമ്പനി ഉണ്ടാക്കിയത്. എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് കമ്പനിക്ക് നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് 6%. അതായത് 100 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ എല്ലാ ചിലവുകളും കഴിച്ച് ഓഹരി ഫ്രീ ആയിട്ട് 6 രൂപ കമ്പനിക്ക് കിട്ടുന്നു എന്നർത്ഥം. ഇനി ഈ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ 6 മാസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ 675 കോടി രൂപയായിരുന്നു. 22% ഇബിറ്റ മാർജിനും 4% നെറ്റ് മാർജിനുമാണ് കമ്പനിക്കുള്ളത്. അതായത് ഒരു ഷെയറിന് മുകളിൽ കഴിഞ്ഞ 6 മാസം കൊണ്ട് കമ്പനി നേടിയിരിക്കുന്നത് 1 രൂപ 50 പൈസയാണെന്ന് അർത്ഥം. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം 4 രൂപ 50 പൈസയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഈ പറയുന്ന 6 മാസം കൊണ്ട് ഏകദേശം 1 രൂപ 50 പൈസ കമ്പനി നേടിക്കഴിഞ്ഞു. ഇനി 30 സെപ്റ്റംബർ വരെയുള്ള കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 1046 കോടി രൂപയാണ്. അതായത് എല്ലാ അസറ്റുകളുടെ മൂല്യം കഴിച്ച് കമ്പനിക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകളും ബാക്കി നീക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രം ബാക്കിയുള്ളതാണ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് ഒരു 1000 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്. അതിൽ 400 കോടി രൂപയുടെ ലോണും മറ്റ് ബാധ്യതകളും ഉണ്ടെങ്കിൽ 1000 മൈനസ് 400 600 കോടി രൂപയാണ് നെറ്റ് അസറ്റായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഈ കമ്പനിയുടെ നെറ്റ്വർത്ത് 1046 കോടി രൂപയാണ്. അതേസമയം ഡെറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ
764 കോടി രൂപ കമ്പനിയുടെ ഡെറ്റ്, അതായത് കടമായിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ആനുവലി ഒരു 85 കോടി രൂപ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു ആശ്വാസം, ഈ ഒരു IPOയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് മൊത്തം ഡെറ്റും കമ്പനി റീപേ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി അതോടുകൂടി കംപ്ലീറ്റ് ഡെറ്റ് ഫ്രീ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യത്തിൽ പറയുന്നത്, കമ്പനി ഈ ഒരു രീതിയിൽ ഡെറ്റ് റീപേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ കമ്പനിയുടെ മാർജിൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നെറ്റ് മാർജിനിൽ 9 മുതൽ 10% വരെയായിട്ട് മാറാനുള്ള സാധ്യതയാണ് മുന്നോട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. ഈ ഒരു IPO സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഒരു 75% യൂട്ടിലൈസേഷനാണ് 2026 കൂടി കമ്പനി പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ വെറും 60% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, 40% ഫ്രീ ആണ്. ഇനി അങ്ങോട്ട് 75% യൂട്ടിലൈസേഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു EPS, ഒരു ഷെയറിന് മുകളിൽ ഏകദേശം കമ്പനിക്ക് 8 രൂപ വരെ കമ്പനിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. IPO അങ്ങനെയാണെങ്കിൽ 1 ഇയർ ഫോർവേഡ് പിയിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. 69x ഫോർവേഡ് പിയിൽ വരുന്ന സമയത്ത് കാണുന്നത്. അതൊരു കുറച്ച് ജാസ്തിയായി പോയില്ലേ, അൺജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നി. കാരണം കമ്പനിയുടെ ROE ഒരു സിംഗിൾ ഡിജിറ്റിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈവൻ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാലും അടുത്ത വർഷത്തെ ഫോർവേഡ് ROE നോക്കിക്കഴിഞ്ഞാലും ഒരു സിംഗിൾ ഡിജിറ്റ് തന്നെയാണ്. ഇനി ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ലിസ്റ്റഡ് പ്ലെയർ ആയിട്ടുള്ളത് രണ്ട് പ്ലെയറാണ്. ഇന്നോവ ക്യാപ്റ്റാക്കും അതുപോലെ തന്നെ ഗ്ലെൻമാർക്ക് ലൈഫും ആണ് ഈ 2 കമ്പനികളായിട്ട് ഉള്ളത്. ഇതിൽ ലിസ്റ്റഡ് സ്പേസിൽ വേറെയും ഇന്നോവ ക്യാപ്റ്റ്, ഗ്ലെൻമാർക്ക് ലൈഫ്, അക്യുംസ്, വിൻലാസ്, അങ്ങനെ അവരൊക്കെ തന്നെ PE നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-45 PEയിലാണ് ഈ ഒരു റിലേറ്റഡ് ബിസിനസ്സുകളൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് സൈസ് ലൈഫ് സയൻസ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 69x ഡബിൾ ഔട്ടാണ്. അത് എന്താ പറയുക, ഇന്നോവേഷൻസ് ഉണ്ട്, സൂപ്പർ മാർജിനുണ്ട്, റിട്ടേൺ റേഷ്യോസൊക്കെ കൂടുതലാണ്. ഇതൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് പ്രൈസിങ് കുറച്ച് അഗ്രസീവായി പോയി എന്നൊരു നിഗമനമാണ് എനിക്കുമുള്ളത്. അപ്പോൾ കമ്പനി കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങൾ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കുന്നു, ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കുന്നതും കണ്ടെത്തുന്നതും കമ്പനിയുടെ നെറ്റ് മാർജിനെ സൂപ്പർ മാർജിനിലേക്ക് നീട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ കമ്പനിയുടെ 2 ലിസ്റ്റഡ് പ്ലേയേഴ്സിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോവ ക്യാപ്റ്റാക്കും അതുപോലെ തന്നെ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസും അക്യുമെന്റ് ലാബ്സും എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ PE 30-45 മാത്രമേ ഉള്ളൂ. ഇന്നോവ ക്യാപ്റ്റയെ നോക്കിക്കഴിഞ്ഞാൽ 1200 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. 10% നെറ്റ് മാർജിൻ എല്ലാം കഴിഞ്ഞ് 10% പ്യുവറായിട്ട് കമ്പനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. 17% റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനിക്കുണ്ട്. അതിൻ്റെ PE ഏകദേശം 45x ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ഗ്ലെൻമാർക്ക് ലൈഫാണ്. ഇവർക്കും 2200 കോടി രൂപയുടെ സെയിൽസാണ് ഉള്ളത്. 19% നെറ്റ് മാർജിൻ, എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് 19% കമ്പനിക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. 21% ROE റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്. അത് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 30x 30x മാത്രമാണ് PEയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ IPO നമ്മൾ ഇറങ്ങി അത് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ റെഗുലറായിട്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങുമല്ലോ, അപ്പോഴുള്ള ചില പ്രതിസന്ധികളെ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ IPOയ്ക്ക് ശേഷം കമ്പനിയുടെ നമ്മുടെ പ്രൊമോട്ടറുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പ്രൊമോട്ടറുടെ സ്റ്റേക്സ് ഏകദേശം 35% കുറയുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ 2 പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തന്നെ കിടക്കുകയാണ്. അതെപ്പോഴും നമുക്കൊരു പേടിയാണ്, അവരെപ്പോഴാണ് വിൽക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹ്യൂജ് സെല്ലിംഗ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ അവർ 6 വർഷം മുമ്പാണ് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു IPO കഴിയുന്നതോടുകൂടി 6 മാസം കഴിയുമ്പോൾ അവരുടെ ലോക്കിൻ പീരീഡ് അവസാനിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പിന്നീട് അതിന് ശേഷം എക്സിറ്റ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 2 പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ നിന്ന് ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് കമ്പനിയുടെ ഷെയർ പ്രൈസിൽ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന 2 പ്രൊമോട്ടേഴ്സ് കൂടിയിട്ട് 27%, അതായത് PE പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സ് 2 പേര് കൂടി മാത്രം 27%-ലധികം കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ സെല്ലിംഗ് പ്രഷറിലേക്കോ മറ്റോ ഈ PE ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ്. കാരണം ഒരു ഇഷ്യൂ കഴിഞ്ഞ് 6 മാസത്തിനിടയിലാണ് ലോക്കിംഗ് പീരീഡ് ഇവരുടെതൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു IPO സംബന്ധിച്ചിട്ട് സായി ലൈഫ് സയൻസ് എന്ന് പറയുന്നത് കമ്പനിയൊക്കെ അടിപൊളിയാണ്, പ്രൊമോട്ടേഴ്സും ഒക്കെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഫാർമ സ്റ്റോക്സും നല്ല രീതിയിൽ പ്രൈസിങ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു IPOയുടെ പ്രൈസിങ് കുറച്ച് അഗ്രസീവായി പോയിട്ട് ഒരു ആവറേജ് ഫണ്ടമെൻ്റൽസിന് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും PE കൊടുത്തിട്ട് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങണമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. നിങ്ങളുടെ സ്വയം വിലയിരുത്തലുകൾക്ക് ശേഷം മാത്രം ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. കാരണം
ഓഹരി വിപണിയിലെ പ്രവർത്തനങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് വിധേയമുള്ളതാണ്. അതുകൂടി കണക്കിലെടുത്ത് വേണം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം IPO മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഇതിനെ ക്ലിയർ കട്ടായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. എനിക്കിത് താല്പര്യമില്ല. അഗ്രസീവ് പ്രൈസിങ് തന്നെയാണ്. അതുപോലെ തന്നെ ആവറേജ് ഫണ്ടമെൻറ്റൽസുമാണ് ഇതിനെ ഞാൻ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. ലിസ്റ്റിംഗ് ഗെയിനും കാര്യങ്ങളൊക്കെ അന്നത്തെ മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്തത് സുരക്ഷ ഡയഗ്നോസ്റ്റിക് ആയിരുന്നു. സുരക്ഷ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റായി 5% നഷ്ടത്തോടു കൂടിയാണ് അന്ന് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ ഇവിടെയും ഞാൻ അവോയ്ഡ് എന്ന് പറയുന്ന സിഗ്നൽ തന്നെയാണ് നടത്തുന്നത്. തീരുമാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടത്തുക. ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാതെ പോകരുത്. എല്ലാവരും നടത്തുക. കൂടുതൽ വീഡിയോകൾ ഈ ആഴ്ച കൂടുതൽ IPOകൾ വരുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് നൽകേണ്ടത് ഈ ഊർജ്ജമാണ്, ലൈക്കും ഷെയറുമാണ്. അത് തരുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്